ജയത്തോടെ ഇന്ത്യയുടെ മറുപടി. മനു തോമസിന്റെ വെളിപ്പെടുത്തൽ ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു. പി ജയരാജനും മകനും എതിരെയായിരുന്നു മുൻ CPM നേതാവ് മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ. ഇവ ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ നോട്ടീസ്. പക്ഷേ പരിഗണനയ്ക്കെടുക്കാതെ സ്പീക്കർ ഇത് തള്ളിക്കളഞ്ഞു. വ്യക്തിപരമായ ആരോപണങ്ങളാണ് ഉള്ളതെന്നും ഇക്കാര്യം നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുമായിരുന്നു സ്പീക്കറുടെ നിലപാട്. തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. പാർലമെന്റിലും ഇന്ന് ബഹളമായിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചർച്ച ആവശ്യപ്പെട്ടാണ് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവാക്കളെ ബാധിക്കുന്ന വിഷയമാണെന്നും പാർലമെന്റ് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നുമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. श्री ब्रह्मानंद मंडल का निधन 77 वर्ष की आयु में 30 जनवरी 2024 को बिहार के मुंगेर में माननीय सदस्यगण, राष्ट्रपति अभिभाषण में आप सभी मुद्दों पर, सभी विषयों पर चर्चा कर सकते हैं और मैं सरकार से भी अपेक्षा करूंगा वो आप उनको हम जॉइंट मैसेज देना चाहते थे। हाँ दें, आप सुनिए जॉइंट मैसेज देना चाहते थे ऑपोजिशन और सरकार के साइड से कि इस मुद्दे को हम जरूरी मानते हैं और इसीलिए हमने सोचा था कि आज स्टूडेंट्स की रिस्पेक्ट करने के लिए हम नीट पर डिस्कशन करें। ठीक है, आप डेडिकेटेड डिस्कशन। अब बात यह है कि दो फोर्सेस हैं, एक तरफ नहीं माने ओके, सभा पटल पर रखे जाने वाले पत्र आइटम नंबर 3 श्री अर्जुन मेघवाल जी। धन्यवाद अध्यक्ष जी। രാഹുൽ ഗാന്ധിയെ ഈ വിഷയം ഉന്നയിക്കാൻ സ്പീക്കർ അനുവദിച്ചില്ല. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയില്ല. കൂടുതൽ വിവരങ്ങളുമായി ER രാകേഷ് ചേരുകയാണ്. രാകേഷ്, രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞത്, അദ്ദേഹം വെളിയിലും ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി, വിദ്യാർത്ഥി സമൂഹത്തിന് ഒരു സന്ദേശം നൽകാനാണ് ആഗ്രഹിച്ചത്. അത് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും ഒരേ രീതിയിൽ തന്നെ ഒന്നിച്ച് നിങ്ങൾക്കൊപ്പമുണ്ട്, ഈ നീറ്റ് ക്രമക്കേടിനെ കുറിച്ചുള്ള ഒരു ചർച്ച പാർലമെന്റിൽ ഉണ്ടാകും, ഈ സന്ദേശം നൽകണമെന്നാണ്. പക്ഷേ അത് കേന്ദ്ര സർക്കാർ അതിന് തയ്യാറായിട്ടില്ല എന്നായിരുന്നുവല്ലോ. എന്ത് കാരണത്താലാണ് ഇന്നിങ്ങനെ ഒരു ചർച്ച നടക്കുവാൻ കേന്ദ്രം തയ്യാറാകാതിരുന്നത്? മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നുവല്ലോ, ഈ വെബ്സൈറ്റിൽ പോലും ഈ അടിയന്തര പ്രമേയത്തിലുള്ള നോട്ടീസ് അപ്ലോഡ് ചെയ്യുവാൻ അനുവദിച്ചില്ല. അതിനു മുമ്പ് വെബ്സൈറ്റ് ബ്ലോക്കായി എന്നുള്ള ആരോപണം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുകയുണ്ടായി. മഞ്ജുഷ, നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഇന്ന് സഭ സമ്മേളിച്ച ഉടൻ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സ്പീക്കർ ഓം ബിർള ഇതിന് അനുമതി നൽകിയില്ല. സ്പീക്കർ അതിന് പറഞ്ഞ കാരണം നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ നന്ദിപ്രമേയമേലുള്ള ചർച്ച ഇപ്പോൾ ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പോൾ നന്ദിപ്രമേയ ചർച്ച നടക്കാനിരിക്കെ ഈ വിഷയം ഇപ്പോൾ പരിഗണിക്കാൻ കഴിയില്ല. പകരം നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ നിങ്ങൾക്ക് ഏത് വിഷയങ്ങൾ വേണമെങ്കിൽ ഉന്നയിക്കാം എന്നൊരു വാദമാണ് സ്പീക്കർ ഉന്നയിച്ചത്. ഇതേ തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചു. ആദ്യം 12 മണി വരെ ലോക്സഭാ നടപടികൾ നിർത്തിവെച്ചു. ഇതിനുശേഷം 12 മണിക്ക് ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്നൊരു അംഗത്തിന്റെ സത്യപ്രതിജ്ഞയാണ് ഉണ്ടായത്. അതിനുശേഷം വീണ്ടും പ്രതിപക്ഷം ഈ വിഷയം തന്നെ ഉന്നയിക്കുകയായിരുന്നു. ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് തിങ്കളാഴ്ച വരെ ഇപ്പോൾ ലോക്സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. രാജ്യസഭയിലും സമാനമായ രീതിയിൽ വിഷയം ഉന്നയിച്ചു. തുടർന്ന് രാജ്യസഭാ നടപടികളും ആദ്യം തടസ്സപ്പെട്ടു. പക്ഷേ 12 മണിക്ക് സഭ സമ്മേളിച്ച ശേഷവും പ്രതിപക്ഷം ബഹളം തുടർന്നു. പക്ഷേ നന്ദിപ്രമേയ ചർച്ച അവിടെ തുടരുകയാണ് ഇപ്പോൾ. പക്ഷേ പ്രതിപക്ഷ അംഗങ്ങളുടെ ബഹളം ഏതായാലും ഇപ്പോൾ രാജ്യസഭയിൽ തുടരുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഏതായാലും ഇന്ന് ലോക്സഭയിൽ വ്യക്തമാക്കിയ കാര്യം രാജ്യത്തെ യുവാക്കളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണണം. രണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ വിഷയത്തിൽ ഒന്നടങ്കം അർത്ഥവത്തായ ചർച്ച നടത്തണം. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഈ ചർച്ചയുടെ ഭാഗമാകണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ചുരുങ്ങിയ വാക്കുകൾ മാത്രമാണ് സംസാരിക്കാൻ സമയം അനുവദിച്ചത്. പിന്നാലെ പ്രതിപക്ഷ ബഹളവും തുടരുകയായിരുന്നു. ഇതേ തുടർന്നാണ് സ്പീക്കർ ലോക്സഭാ നടപടികൾ ഏതായാലും നിർത്തിവെച്ചത്. ഏതായാലും തിങ്കളാഴ്ച ഈ വിഷയം വീണ്ടും ലോക്സഭയിൽ ഉന്നയിക്കുമെന്ന് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ ബഹളം ഇന്ന് ലോക്സഭയിൽ ഉണ്ടായി. തിങ്കളാഴ്ച വരെ പിരിഞ്ഞിരിക്കുകയാണ് ലോക്സഭ.
ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന് ആശ്വാസം. ഭൂമി കുംഭകോണ കേസിൽ ജാർഖണ്ഡ് ഹൈക്കോടതി സോറന് ജാമ്യം നൽകി. സോറൻ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനല്ലെന്നും കോടതി വിലയിരുത്തിയിട്ടുണ്ട്. ജാർഖണ്ഡ് മുക്തിമോർച്ച നേതാവായ സോറനെ ജനുവരി 31-നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. റാഞ്ചിയിൽ 8.86 ഏക്കർ ഭൂമി സോറൻ വ്യാജരേഖകളുണ്ടാക്കി സ്വന്തമാക്കിയെന്നായിരുന്നു ED കേസ്. നേരത്തെ റാഞ്ചി സ്പെഷ്യൽ കോടതി സോറന്റെ ജാമ്യാപേക്ഷ തള്ളിയതാണ്. ഡൽഹിയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയാണ്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1-ന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണു. ഒരാൾ മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണിപ്പോൾ. ഡൽഹിയിൽ മാത്രമല്ല, ഉത്തർപ്രദേശിന്റെയും ഹരിയാനയുടെയും പല ഭാഗങ്ങളിലും ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ട്. From that way, भाई एक बार ट्राई कर ले. ഇന്നലെ രാത്രി മുതൽ നിലയ്ക്കാതെ പെയ്ത മഴയാണ് ഡൽഹിയെ വെള്ളത്തിൽ മുക്കിയത്. കൊണാട്ട് പ്ലേസിനോട് ചേർന്നുള്ള മിൻഡോ റോഡ്, എയിംസ് ആശുപത്രിക്ക് സമീപമുള്ള മൂൽചന്ദ് അണ്ടർപാസ്, കത്തവ്യ പത്ത് തുടങ്ങി നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇത് ഗതാഗത കുരുക്കിന് വഴിവെച്ചതോടെ ജനജീവിതം ദുസ്സഹമായി. ഡൽഹിയിലെ വിവിധ മെട്രോ സ്റ്റേഷനുകൾക്ക് സമീപവും ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും വെള്ളം കയറി. ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിന്റെ ആഭ്യന്തര ടെർമിനലിന്റെ മേൽക്കൂര ഇടിഞ്ഞു താഴെ വീണ് ഒരാൾ മരിച്ചു. ടാക്സി ഡ്രൈവറാണ് മരിച്ചത്. അപകടത്തിൽ മേൽക്കൂരയുടെ തൂണും മറിഞ്ഞു വീണു. നിരവധി വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. വിമാനത്താവളം സന്ദർശിച്ച വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങൾക്ക് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. This structure has been built in 2009 and what we have asked the DIAL, Delhi International Airport Limited also, is to do a verification inspection from their side. Compensation has also been announced, 20 lakh for the deceased and also for the injured 3 lakhs. വിമാനങ്ങൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ യാത്രക്കാർക്ക് പകരം സംവിധാനം ഒരുക്കുകയോ ടിക്കറ്റ് തുക തിരികെ നൽകുകയോ ചെയ്യാൻ വിമാന കമ്പനികൾക്ക് CGCA നിർദ്ദേശം നൽകി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് പക്ഷേ കനത്ത മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. ഇന്ന് എവിടെയും ഓറഞ്ച് അലർട്ട് ഇല്ല. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട്. ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ കിട്ടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ജലനിരപ്പ് ഉയർന്നതോടെ പാലക്കാട് മംഗലം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ജലനിരപ്പ് 76.60 ആയതോടെയാണ് 2 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയത്. എറണാകുളം എടവനക്കാട്ടെ പ്രതിഷേധത്തിന്റെ വാർത്തയാണ് ഇനി. കടൽക്ഷോഭം തടയാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് എടവനക്കാട് പഞ്ചായത്തിൽ ജനകീയ സംരക്ഷണ സമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഹർത്താൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സമിതിയുടെ നേതൃത്വത്തിൽ കുഴിപ്പള്ളിയിൽ നിന്ന് എടവനക്കാട്ടേക്കുള്ള പ്രതിഷേധ മാർച്ചും ഇന്നുണ്ടായിരുന്നു. അതിന്റെ കുഴിപ്പള്ളി സ്റ്റാർട്ട് ചെയ്ത സമരസമിതിയുമായി ജില്ലാ കളക്ടർ ചർച്ച നടത്തുകയാണ്. ചർച്ചയിൽ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. ഈ സുനാമി വന്നിട്ട് ഏകദേശം 20ാമത്തെ വർഷമാണത്. അന്ന് തുടങ്ങി ഞങ്ങൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് തലത്തിലാണ് ഇതിനകത്ത് നല്ലൊരു നടപടി വരേണ്ടത്. അത് നേടിയെടുക്കും വരെ ഞങ്ങൾ സമരത്തിൽ പിന്മാറില്ല. സബ് കളക്ടർ ഇവിടെ കടപ്പുറത്ത് കണ്ടിട്ട് നടക്കാൻ പോലും പറ്റാത്ത വഴിയാണ് അവിടെ. കാരണം സുനാമി വന്ന സമയത്ത് 5 പേര് കൊല്ലപ്പെട്ട കടപ്പുറത്താണ്. നിങ്ങൾ ചെന്ന് മാധ്യമങ്ങളിൽ നോക്കിയാൽ അറിയാം, നടക്കാൻ പോലും വഴിയില്ല അവിടെ. ഈ സബ് കളക്ടർ അതിലൂടെ ചെന്നതിന് ശേഷം അതിലൂടെ കയറി നേരെ ചെറായി പോയി കളഞ്ഞു. ഇങ്ങോട്ട് വന്നില്ല. സമരക്കാരുടെ എന്തെങ്കിലും സംസാരിക്കാനായിട്ട് അവർക്ക് പറ്റില്ലെന്ന് അവർക്കറിയാം. അതിന്റെ പേര് അവർ പോയി കളഞ്ഞു. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമായി മാറിയിരിക്കുകയാണ്.
നവമി ദിനേശിന്റെ കൂടുതൽ വിവരങ്ങളുമായി. നവമി, എടവനക്കാടുകാരുടെ ഈ പ്രശ്നം വളരെ വർഷങ്ങളായി ഉള്ളതാണ്. ഇത്തവണയും കളക്ടർ ഇവരുമായിട്ട് സംസാരിക്കുന്നത് കേട്ടിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ പ്രശ്നപരിഹാരം ഇതുവരെ ഒന്നും നിർദ്ദേശിച്ചിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സമരം തുടരുവാനല്ലേ ഇപ്പോൾ ഇവരുടെ തീരുമാനം? മഞ്ജുഷ, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം കളക്ടറേറ്റിലാണ്. ഇവിടെ കളക്ടറും ഫോർട്ട് കൊച്ചി സബ് കളക്ടറും അതോടൊപ്പം ജനപ്രതിനിധികൾ, നമ്മുടെ ഈ സമരം നടത്തിയ ജനകീയ സമിതിയുടെ പ്രതിനിധികളും ഒപ്പം പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്നുള്ള ഒരു യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 12 മണിക്ക് ആരംഭിച്ച യോഗമാണ്, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ യോഗത്തിൽ ഇവർക്ക് അടിയന്തരമായി ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം, അതായത് ഈ കടൽഭിത്ത് നിർമ്മാണം അല്ലെങ്കിൽ ടെട്രോപോഡ് നിർമ്മാണം, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും അടിയന്തരമായി നിർമ്മിച്ചു നൽകണം. അത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ചെറിയ സമരമല്ല, ഇന്നോ ഇന്നലെയോ കണ്ട സമരമല്ല, വലിയ രീതിയിലേക്കുള്ള ഒരു സമരം തന്നെയാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ യോഗം കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്താകും അന്തിമ തീരുമാനമെന്ന് നമുക്കറിയാൻ സാധിക്കും. എന്തായാലും ഇന്നലെ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ എത്തിയിരുന്നു, ഇവരുടെ സ്ഥലം സന്ദർശിച്ചിരുന്നു, ഇവരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ കളക്ടർ പറഞ്ഞത് പണം ഇല്ല, ഈ ബജറ്റിലുള്ള ചെറിയ പ്രതിസന്ധിയാണ്, കൃത്യമായിട്ട് ഇവർക്ക് പണമില്ലാത്തത് കൊണ്ടാണ് ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തതെന്നാണ്. പക്ഷേ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല, കഴിഞ്ഞ 20 വർഷമായി എടവനക്കാട് പ്രദേശവാസികൾ അനുഭവിക്കുന്ന ഒരു ദുരിതം തന്നെയാണ്. അവർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ഒരു വീടില്ല. ഈ മഴയോ കാറ്റോ അല്ലെങ്കിൽ ഈ കടൽക്ഷോഭമോ ഉണ്ടാകുമ്പോൾ ഇവരുടെ വീടുകളിൽ വെള്ളം കയറുകയും താമസിക്കാൻ പോലും കഴിയാത്ത രാത്രിക്ക് രാത്രി ഇവർ വീട് വിട്ടിറങ്ങി മറ്റെവിടെയെങ്കിലും പോയി താമസിക്കേണ്ട ഒരു അവസ്ഥയാണ്. വർഷങ്ങളായി തുടരുന്ന ഈ ഒരു അനാസ്ഥ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്ത് ഒഴിവ് കഴിവുകൾ അല്ലെങ്കിൽ എന്ത് ന്യായീകരണം ജില്ലാ ഭരണകൂടം പറഞ്ഞാലും ഇനി അതിനോട് സന്ധി ചേരാൻ ഈ പ്രതിഷേധക്കാർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് കർശനമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് തന്നെ വേണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിയത്. ഇതിന്റെ ഭാഗമായി ഇന്നും ഇന്നലെയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇടവനക്കാട് നമ്മൾ കണ്ടതുമാണ്. ഇന്നവിടെ ഹർത്താൽ കൂടിയാണ്. എന്തായാലും യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. യോഗത്തിന് ശേഷം എന്താകും കളക്ടർ എടുത്ത തീരുമാനമെന്നറിയണം. അതിനുശേഷം മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് ഈ ജനകീയ സമിതി കടക്കുകയുള്ളൂ. എറണാകുളത്താണ് എടവനക്കാട് ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ നടക്കുന്നത്. കടൽഭിത്തി വേണം, സംരക്ഷണം വേണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ് സമരം ഒഴിവാക്കുന്നതിന് വേണ്ടി. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. ചാല കിഴക്കേക്കര മീത്തൽ സുധീഷാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി വൈകി വീട്ടിലേക്ക് നടന്നു പോകും വഴി വീടിന് സമീപത്തുള്ള വെള്ളക്കെട്ടിൽ വീണെന്നാണ് സംശയം. എടക്കാട് പോലീസ് മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. തമിഴ്നാട്ടിൽ നല്ല നേതാക്കളില്ലെന്ന് നടൻ വിജയ്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ പല മേഖലയിലും നല്ല നേതാക്കൾ ഇല്ല. നന്നായി പഠിക്കുന്നവരും രാഷ്ട്രീയത്തിൽ വരണമെന്ന് വിജയ് ആവശ്യപ്പെട്ടു. നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, കൃത്യമായി നിരീക്ഷിക്കണം. അപ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിലെ തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയുകയുള്ളൂവെന്നും വിജയ് പറഞ്ഞു. 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കാൻ ചെന്നൈയിൽ വിജയ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. இந்த மாதிரி ஒரு சந்தர்ப்பத்தில் நான் என்னுடைய ஒரு சின்னதாக ஒரு கெரியர் கைடன்ஸ் உங்ககிட்ட ஷேர் பண்ணணும்னு ஆசைப்படுறேங்க. பொதுவாக நம்ம ஒரு துறையை தேர்ந்தெடுக்கும் போது அதில் எவ்வளோ டிமாண்ட் இருக்குது அப்படின்றத நம்ம பார்ப்போம் இல்லையா. ஃபார் எக்ஸாம்பிள் மருத்துவம் பொறியியல் மட்டும்தான் நல்ல ஃபீல்டுன்னு சொல்ல முடியாது. இன்னும் சொல்லப்போனால் நம்ம தமிழ்நாட்டில் உலகத்தரத்தில் டாக்டர்ஸ், இன்ஜினியர்ஸ், லாயர்ஸ்லாம் அதிகமாகவே இருக்காங்க. இங்கே நம்மக்கிட்ட என்ன இல்லை அப்படின்னா, இங்க நமக்கு எது இன்னும் அதிகமா தேவைப்படுது அப்படின்னா நல்ல தலைவர்கள். நான் தலைவர்கள்னு சொன்னது வெறும் அரசியல் ரீதியா மட்டும் சொல்லல. இப்போ நீங்க ஒரு துறைக்கு போறீங்க, அதுல நீங்க சிறந்து விளங்குனீங்கன்னா அந்த ஒரு தலைமை இடத்துக்கு உங்களால ஈஸியா வர முடியும். அதைத்தான் நான் சொன்னேன், இன்னும் நமக்கு நிறைய தலைவர்கள் தேவைப்படுறாங்க அப்படின்ட்டு. அரசியலும் ஏன் ஒரு கெரியர் ஆப்ஷனா வரக்கூடாது, அப்படி வரணும்ன்றது என்னுடைய விருப்பம். நல்லா படிச்சவங்க அரசியலுக்கு வரணுமா வேண்டாமா? உங்களை தான் கேட்கிறேன். நல்லா படிச்சவங்க அரசியலுக்கு வரணுமா வேண்டாமா? நல்லா படிச்சவங்க தலைவர்களாக வரணுமா வேண்டாமா?
ஓகே உங்க ஆர்வம் எனக்கு புரியுது. பட் இப்போதைக்கு படிங்க, மீதி எல்லாம் அப்புறம் பார்த்துக்கலாம். CPM കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ മനു തോമസിന് പോലീസ് സംരക്ഷണം. മനുവിന്റെ വീടിനും വ്യാപാര സ്ഥാപനങ്ങൾക്കും സംരക്ഷണം ഏർപ്പെടുത്താനാണ് ജില്ലാ പോലീസ് മേധാവി ആലക്കോട് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനി ആലക്കോട് ചേരുകയാണ്. ശ്രീനി, മനു തോമസ് പി ജയരാജനും മകനുമെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇതിന്റെ പേരിൽ സൈബർ ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഇത്തരമൊരു സംരക്ഷണം മനു ആവശ്യപ്പെട്ടതാണോ? എന്താണ് വിവരങ്ങൾ? മഞ്ജുഷ്, ഇത് മനു ആവശ്യപ്പെട്ടിട്ടല്ല ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഈ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മനു പോലീസ് സംരക്ഷണം ആവശ്യമില്ല എന്ന് തന്നെ നേരത്തെ തന്നെ നമ്മളോട് തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ മനു തോമസിന്റെ വീടിനും വ്യാപാര സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകാൻ ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ ആലക്കോട് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും ആലക്കോട് ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു മനു തോമസ്. അതിനുശേഷം CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി. കഴിഞ്ഞ ഒരു 5 വർഷക്കാലം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൂടി വഹിച്ച ഒരു യുവ നേതാവാണ്, CPM-ന്റെ യുവ നേതാവാണ് മനു തോമസ്. അതുകൊണ്ട് തന്നെ ആലക്കോട് മേഖലയിൽ മനു തോമസിന് വലിയ ഒരു സ്വാധീനം തന്നെ ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആലക്കോട് മേഖലയിൽ മനു തോമസിന്റെ ഈ പ്രശ്നം ഒരു കത്തിക്കയറുകയാണ് എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാൻ കഴിയും. മനു തോമസിന്റെ പെരുമ്പടയിലുള്ള വീടും അതുപോലെ തന്നെ തളിപ്പറമ്പും കണ്ണൂരും ഒക്കെയുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ സംരക്ഷണം നൽകാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് പിന്നെ ഒരു വ്യത്യസ്തമായി നമുക്ക് പറയാൻ പറ്റുന്നത്, മറ്റു ചാനലുകളിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായിട്ട് പറയാൻ പറ്റുന്നത്, ഇത്തരത്തിലുള്ള ഒരു വലിയ വിഷയം ഉണ്ടായിട്ട് പോലും ഈ മേഖലയിൽ മനു തോമസിന് എതിരായി സംസാരിക്കാൻ CPM നേതാക്കൾ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ്, ഏത് തലത്തിലേക്കാണ് ഇത് പോകുന്നത് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പി ജയരാജനും മനു തോമസും മാത്രമാണ് സൈബർ ഇടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കങ്ങളിൽ ഏർപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ആകാശ് തില്ലങ്കേരിയും അർജുൻ നായകിയും പോരാളി ഷാജിയും ഒക്കെ മനു തോമസിനെതിരെ വധഭീഷണിയൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും CPM-ന്റെ ഇവിടുത്തെ നേതാക്കൾ ഇതുവരെ മനു തോമസിന് എതിരായി ഒരക്ഷരം ഉരിയാടാൻ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മഞ്ജുഷ്, ശ്രീ, ഒരു കാര്യം കൂടി, ഇങ്ങനെ ഈ താൻ ആവശ്യപ്പെടാതെ തന്നെ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയതിനെ കുറിച്ച് എന്തെങ്കിലും മനു തോമസ് പറയുകയുണ്ടായോ? മനു തോമസിനെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഇപ്പം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് മനസ്സിലാവുന്നത് മനു തോമസ് ഇപ്പം സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും മനു തോമസിന്റെ ൾക്കും ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടായാൽ അത് പാർട്ടിക്ക് വലിയ ദോഷമുണ്ടാകുമെന്നുള്ള ഒരു തിരിച്ചറിവാണ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പോലീസ് മേധാവി ഇത്തരത്തിൽ ആലക്കോട് പോലീസിനോട് സംരക്ഷണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ആലക്കോട് പോലീസ് നമ്മളിപ്പോൾ അന്വേഷിച്ച സമയത്ത് ആലക്കോട് പോലീസ് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. ഇതുവരെ സംരക്ഷണം നൽകിയിട്ടില്ല. ഇപ്പോൾ ഇന്നലെ മുതൽ നിരീക്ഷണത്തിലാണ് എന്നാണ് നമുക്ക് ആലക്കോട് പോലീസ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും അധികം താമസിയാതെ തന്നെ ഈ വീടിനും വ്യാപാര സ്ഥാപനങ്ങൾക്കും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ശരി ശ്രീനി, മനു തോമസ് കഴിഞ്ഞ ദിവസമാണ് CPM-നെ വെട്ടിലാക്കിക്കൊണ്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. CPM-ൽ നിന്ന് സ്വയം പുറത്തുപോയയാളാണ് മനു തോമസ്. പി ജയരാജനും മകനുമെതിരെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പോൾ ഈ വിഷയം ഇപ്പോൾ വലിയ തോതിൽ സൈബർ ഇടങ്ങളിലും പ്രചരിക്കുകയാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മനു തോമസിന് പോലീസ് സംരക്ഷണം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വ്യാപാര സ്ഥാപനങ്ങൾക്കും സംരക്ഷണമുണ്ടാകും. തിരുവനന്തപുരം മണ്ണന്തലയിൽ 3 വയസ്സുകാരനോട് കൊടും ക്രൂരത. അമ്മയുടെ രണ്ടാനച്ഛൻ തിളച്ച ചായ ഒഴിച്ച് ദേഹമാസകലം പൊള്ളിച്ചുവെന്നാണ് പരാതി. കുട്ടി ഗുരുതര പരിക്കുകളോടെ SIT ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഭാര്യയുടെ രണ്ടാനച്ഛൻ മദ്യപിച്ചെത്തി തുടർച്ചയായി കുഞ്ഞിനെ മർദ്ദിച്ചിരുന്നുവെന്നും ചൂടുചായ ദേഹത്തൊഴിച്ച സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്നുമാണ് കുഞ്ഞിന്റെ അച്ഛൻ ന്യൂസ് 18നോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അമ്മയുടെ രണ്ടാനച്ഛൻ്റെ ക്രൂരതയ്ക്കിരയായി ഗുരുതരമായി പരിക്കേറ്റ് ചൂടുചായ നെഞ്ചത്ത് ഒഴിച്ചതിനെ തുടർന്ന് SIT ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന 3 വയസ്സുകാരൻ്റെ അച്ഛൻ അഭിജിത്ത് ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത് ഞങ്ങൾ സ്ഥലത്തില്ലായിരുന്നു, ഞാനും എൻ്റെ ഭാര്യ സ്ഥലത്തില്ലായിരുന്നു. വൈഫ് ബാംഗ്ലൂർ അവിടെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു മാസത്തേക്ക് കുഞ്ഞിനെ വൈഫിൻ്റെ അമ്മയുടെ കയ്യിൽ നോക്കാൻ ഏൽപ്പിച്ചതാണ്. അപ്പോൾ വൈഫിൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു കുഞ്ഞ് നിന്നിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 24-ാം തീയതി രാത്രി ഒരു 7 മണിയോടുകൂടി വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചിന് ദേഹത്ത് ചൂടുവെള്ളം എന്തോ വീണു, പെരുകട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എടുക്കാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് SITയിലോട്ട് വിട്ടിരിക്കുന്നു പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ദേഹം മൊത്തം ഒരു സൈഡ് മൊത്തം പൊള്ളിയ നിലയിലാണ്. അപ്പോൾ കൊച്ചെന്നെ കണ്ട് ഉടനെ കരഞ്ഞുകൊണ്ട് അച്ഛാന്നും പറഞ്ഞ് വിളിച്ച് എനിക്ക് വയ്യ, പൊള്ളി, എന്ത് പറ്റി മക്കളെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അപ്പാപ്പയും ചായ ഒഴിച്ചു തന്നു എന്ന് പറഞ്ഞു. അപ്പോൾ
ഞാൻ ഇത് ചോദിച്ച് തീരുന്നതിന് മുന്നേ വൈഫിൻ്റെ അമ്മ കൊച്ചിനോട് ദേഷ്യത്തിൽ ചോദിക്കുന്നു എപ്പോഴതിൻ്റെ ദേഹത്ത് ഒഴിച്ചെന്ന് അവർ കൊച്ചിനോട് ദേഷ്യപ്പെടുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെ ഡോക്ടർമാർ നഴ്സുമാരൊക്കെ പുറത്ത് നിൽക്കാൻ പറഞ്ഞു. കൊച്ചിനെ വാർഡിലോട്ട് അങ്ങ് മാറ്റിയതിന് ശേഷം ഞങ്ങൾ പോയി ചോദിച്ചതിന് ശേഷം കൊച്ചൊന്നും പറയുന്നില്ല. കൊച്ചിനെ പറഞ്ഞ് പേടിപ്പിച്ച് വന്നപ്പോൾ കൊച്ചു നല്ല പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ദേഹത്ത് വെള്ളം വീണല്ല, അപ്പാപ്പ ചൂട് ചായ ഒഴിച്ചതാണെന്ന് പറഞ്ഞു. അത് എന്താണ് കാരണം? അത് കൊച്ചു അങ്കമാടി പോകുന്നുണ്ട്. അപ്പോൾ അങ്കമാടി ഇട്ട് വരുന്നതാണ്. കൊച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരെ സ്ഥിരം ഒരു മദ്യപാനിയാണ്. ആ ഡെയിലി വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. കൊച്ചു അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല ഇയാൾക്ക്. ഇയാൾ ഇതിന് മുന്നേ എൻ്റെ അടുത്ത് ഇയാളുടെ അമ്മയെ ഇയാളൊക്കെ വിളിച്ച് കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും അടുത്തല്ലല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ചാല പൂക്കടയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഈ പുള്ളിക്കാരെ സ്ഥിരം കൊച്ചിന് ഉപദ്രവം ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ പിന്നീടാണ് അറിഞ്ഞത്. കൊച്ചി ഞങ്ങളെ കണ്ടതിന് ശേഷമാണ് കൊച്ചി ഞങ്ങളോട് കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ സ്റ്റേഷനിൽ നിന്നൊക്കെ സാറുമാർ വന്ന് കൊച്ചിൻ്റെ മൊഴിയൊക്കെ എടുത്തു. അവരോട് കൊച്ചി കാര്യം പറഞ്ഞു. എൻ്റെ ദേഹത്ത് ചായ ഒഴിച്ചു വന്ന് സാറേ എന്നൊക്കെ കൊച്ച് അവർക്ക് മൊഴിയൊക്കെ കൊടുത്തു. ഇവിടെ ചൈൽഡ് ലൈനിനൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരെ ഇതിന് മുന്നേ ഇതുപോലെ തന്നെ എൻ്റെ വൈഫിനോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുകയും അമ്മയുടെ കൂടെ 2 ദിവസം എൻ്റെ വൈഫ് നിൽക്കാൻ പോയ സമയത്ത് അവിടുന്ന് വീട്ടിൽ നിന്ന് രാത്രി അടിച്ചിറക്കുകയും വൈഫിനെ ഉപദ്രവിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരെ. ചികിത്സ എങ്ങനെയുണ്ട്? കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? കുഞ്ഞിന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. മുറിവ് നല്ലപോലെ ഉണ്ട്. എന്തായാലും ആ 3 വയസ്സുകാരനോടാണ് മദ്യപിച്ചെത്തിയ അമ്മയുടെ കുഞ്ഞിൻ്റെ അമ്മയുടെ രണ്ടാം അച്ഛൻ ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചത് എന്നതാണ് ഞെട്ടിക്കുന്ന വാർത്ത. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കോഴിക്കോടാണ് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫറോക്ക് സ്വദേശിയായ 12-കാരനാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണുള്ളത്. പൊതുകുളത്തിൽ കുളിച്ചതിന് പിന്നാലെയാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. അടുത്ത കാലത്ത് സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്ന 3ാമത്തെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കേസാണിത്. MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഛർദി, പനി തുടങ്ങിയ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 12 വയസ്സുകാരനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഫാറൂഖ് കോളേജിനടുത്തുള്ള ഇരുമുളിപ്പറമ്പ് സ്വദേശിയാണ് ചികിത്സയിൽ കഴിയുന്ന കുട്ടി. രോഗലക്ഷണങ്ങളുമായി കഴിഞ്ഞ തിങ്കളാഴ്ച കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ പിന്നീട് ആരോഗ്യനില വഷളാവുകയായിരുന്നു. നിലവിൽ വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഫാറൂഖ് കോളേജിനടുത്തുള്ള അച്ചംകുളത്തിൽ കുട്ടി കുളിച്ചിരുന്നു എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇവിടെ നിന്നാവാം രോഗബാധ ഉണ്ടായതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത്. ആരോഗ്യ വകുപ്പ് പ്രവർത്തകർ സ്ഥലത്തെത്തുകയും കുളത്തിലും സമീപ പ്രദേശങ്ങളിലും പരിശോധന നടത്തുകയും ചെയ്തു. ഒപ്പം കുളത്തിൽ കുളിച്ച ആളുകളുടെ പട്ടിക ഇതിനകം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ രോഗലക്ഷണങ്ങൾ പ്രകടമായ മറ്റ് ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. നേരത്തെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച ഒരു പെൺകുട്ടിക്ക് 12 വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. കണ്ണൂർ സ്വദേശിയായ ഇവർ സ്കൂളിൽ നിന്നും മൂന്നാറിലേക്ക് പഠനയാത്രയ്ക്ക് പോയപ്പോൾ അവിടെ ഒരു സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചപ്പോഴാണ് രോഗബാധ ശരീരത്തിൽ പ്രവേശിച്ചത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാവാം രോഗം വന്നതെന്നും കണക്കൂട്ടുന്നുണ്ട്. ഒപ്പം മലപ്പുറം സ്വദേശിയായ മറ്റൊരു 12 വയസ്സുകാരിയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ രോഗബാധ കൂടിയാൽ പിന്നീട് ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഈ രോഗത്തിന് കൃത്യമായൊരു മരുന്ന് ഇനിയും ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ട്. തലവേദന, ഛർദി, പനി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ, പ്രത്യേകിച്ചും മസ്തിഷ്ക ജ്വരത്തിന് സമാനമായ രോഗലക്ഷണങ്ങളാണ് പ്രകടമാക്കുന്നത്. ഈ രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സയാണ് നിലവിൽ ചെയ്തു വരികയും ചെയ്തിരിക്കുന്നതായാലും കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കളിയിക്കാവിളയിലെ വ്യവസായിയുടെ കൊലപാതകത്തിൽ ഒരാൾക്ക് കൂടി പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരം നേമം സ്വദേശി പ്രേമചന്ദ്രൻ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പ്രധാന പ്രതി അമ്പിളിയും ഗൂഢാലോചനയിൽ പങ്കെടുത്ത സുനിലും ഇവർക്ക് പുറമെ കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ പ്രേമചന്ദ്രനും പങ്കുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. ഫോൺ രേഖകളുടെ അടിസ്ഥാനത്തിൽ പ്രേമചന്ദ്രനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അമ്പിളിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നൽകും. സുനിലും പിടിയിലാകുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പണത്തിനു വേണ്ടിയാണ് കൊലപാതകം എന്ന് അമ്പിളി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ക്വാറിയുടമയായ ദീപുവിനെ കളിയിക്കാവിളയിലാണ് കഴുത്തറത്ത് കൊലപ്പെടുത്തിയത്.
സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ GST വകുപ്പ് നടത്തിയ പരിശോധനയിൽ വലിയ ക്രമക്കേട് കണ്ടെത്തി. 139.5 കോടി രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. 7 കോടി രൂപയുടെ നികുതി വെട്ടിപ്പും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. സെയിൽസ് റിട്ടേൺ സമർപ്പിക്കുന്നതിൽ വീഴ്ച ഉണ്ടാകുന്നുണ്ട് പല സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുമെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു മിന്നൽ പരിശോധന. പോലീസിന്റെ സുരക്ഷയിലായിരുന്നു തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ പ്രധാനപ്പെട്ട ഹോട്ടലുകളിൽ ഈ പരിശോധന GST വകുപ്പ് നടത്തിയത്. 139.5 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുള്ളതായി GST വകുപ്പിന്റെ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. അതോടൊപ്പമാണ് ഈ 7 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന പ്രാഥമികമായ വിലയിരുത്തലും അന്വേഷണത്തിന്റെ ഈ പരിശോധനയുടെ പ്രാഥമിക ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിലെ ഈ പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ബില്ലുകളടക്കം അല്ലെങ്കിൽ GST വകുപ്പിന് സമർപ്പിച്ചിരുന്ന മറ്റ് വിശദാംശങ്ങളടക്കം വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധന പൂർണ്ണമായാൽ മാത്രമേ ഈ തട്ടിപ്പിന്റെയും ക്രമക്കേടിന്റെയും വ്യാപ്തി എത്രയാണ് എന്ന കാര്യത്തിൽ വ്യക്തമായൊരു കണക്കുകൾ പുറത്തു വരികയുള്ളൂ. പ്രാഥമികമായ പരിശോധനയിലാണ് 139 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായും 7 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നതായുമുള്ള GST വകുപ്പിന്റെ കണ്ടെത്തൽ. കേരള കലാമണ്ഡലത്തിൽ വിവാദം തുടരുകയാണ്. കലാമണ്ഡലത്തിന്റെ ചാൻസലറായി മല്ലിക സാരാഭായിക്ക് ശമ്പളം നൽകാനുള്ള തീരുമാനത്തിനെതിരെ മുൻ രജിസ്ട്രാറായ NR ഗ്രാമപ്രകാശ് രംഗത്തെത്തി. മല്ലിക സാരാഭായിക്ക് ശമ്പളം നൽകുന്നത് ഒരു പണിയും എടുക്കാതെയാണെന്നാണ് ആരോപണം. ഗവർണറെ മാറ്റി ചാൻസലറായി മല്ലിക സാരാഭായിയെ നിയമിക്കുമ്പോൾ ശമ്പളം കൊടുക്കേണ്ടതില്ലെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ 2 ലക്ഷം രൂപ ശമ്പളമായി നൽകാനാണ് സർക്കാർ നീക്കം നടത്തുന്നത്. ഇത് തെറ്റാണെന്ന് ഗ്രാമപ്രകാശ് പറയുന്നു. കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായിക്ക് ഓണററിയും അതോടൊപ്പം തന്നെ ഓഫീസ് ചെലവും നൽകാനുള്ള തീരുമാനമാണ് വിവാദത്തിലാകുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കലാമണ്ഡലത്തിലെ തന്നെ മുൻ രജിസ്ട്രാർ കൂടിയായ ഡോക്ടർ NR ഗ്രാമപ്രകാശ് രംഗത്ത് വന്നിരിക്കുന്നത്. ഏതാണ്ട് 2 ലക്ഷം രൂപയാണ് മല്ലിക സാരാഭായിക്ക് ഓണററിയും ഓഫീസ് ചെലവുമായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. 1.25 ലക്ഷത്തോളം രൂപ ഓണററിയും ഓഫീസ് ചെലവിനായി 25,000 രൂപ മാസം അനുവദിക്കാനാണുള്ള ഒരു തീരുമാനത്തിലാണ് സർക്കാർ എത്തി നിൽക്കുന്നത്. പക്ഷേ ഇത് സർക്കാർ നേരത്തെ ഉണ്ടായിരുന്ന നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അതോടൊപ്പം തന്നെ ഇത് കലാമണ്ഡലം പോലുള്ളൊരു സർവകലാശാലയുടെ സാമ്പത്തിക കാര്യങ്ങളെ അടക്കം പ്രതിസന്ധിയിലാക്കുന്നതാണ്. നിലവിലെ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളും എല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ ഇത് ന്യായീകരിക്കാൻ കഴിയാത്തതാണ് എന്നാണ് ഗ്രാമപ്രകാശ് ചൂണ്ടിക്കാണിക്കുന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നിയമസഭയിലെ നിയമം അനുസരിച്ച് വരുന്ന ഒന്നല്ല. അത് സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഡീംഡ് യൂണിവേഴ്സിറ്റി ആവുന്നതാണ്. യൂണിവേഴ്സിറ്റിയിൽ കോൺവെക്കേഷൻ നടക്കുന്ന സമയത്ത് ബിരുദ ചടങ്ങ് നടക്കുമല്ലോ, ആ സമയത്ത് അതിൽ അധ്യക്ഷനാവുക എന്നുള്ളൊരു ജോലിയല്ലാതെ ഒരു ജോലിയും ഈ കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർക്ക് ഇല്ല. അതാണ് നമ്മൾ എന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എന്തിനാണ് ഈ 2 ലക്ഷം കൊടുക്കുന്നത്? പ്രത്യേകിച്ചും പണിയെടുക്കാത്ത ഒരാൾക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വളരെ മോശമായ ഒരു കീഴ്വഴക്കാണ്. ശരിക്കും പറഞ്ഞാൽ സർക്കാരിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കലാമണ്ഡലത്തിന് തന്നെ അധികാരികളാണോ എന്ന് എനിക്കറിയില്ല. സർക്കാർ അത് ശരിയായ രീതിയിൽ ആലോചിച്ചിട്ടാണോ അത് ചെയ്തത് എന്ന് എനിക്കറിയില്ല. അതെന്തായാലും ഒരു തെറ്റായൊരു തീരുമാനമാണ്. പണിയെടുക്കാത്ത ഒരാൾക്ക് ഇങ്ങനെ ശമ്പളം കൊടുക്കുക. കലാമണ്ഡലത്തിൻ്റെ സ്ഥിതിഗതികൾ മുഴുവൻ അറിയുന്ന ഒരാളെയായിരുന്നു യഥാർത്ഥത്തിൽ നിയമിക്കേണ്ടത്. ഞങ്ങളൊക്കെ ആ സമയത്ത് ഞാൻ സിൻഡിക്കേറ്റിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നത് പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാനായിരിക്കും ചാൻസലർ എന്നാണ്. യഥാർത്ഥത്തിൽ സർക്കാർ വലിയ ഒരു അവസരം നഷ്ടപ്പെടുത്തുക ചെയ്തത്. ഗവർണർ സർക്കാർ പോരിനിടയിലാണ് ഈ ഒരു ഗവർണറുടെ നടപടിയെല്ലാം തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാർ കൽപ്പിത സർവകലാശാലയായ കലാമണ്ഡലത്തിൽ സ്വന്തം നിലയിൽ തന്നെ ചാൻസലറെ നിയമിക്കുന്നത്. സർക്കാരിന് അതിനുള്ള ഒരു അധികാരവും കാര്യങ്ങളുമെല്ലാം കൽപ്പിത സർവകലാശാലയിൽ നിന്ന് രീതിയിൽ ഇടപെടൽ നടത്താൻ കലാമണ്ഡലത്തിൽ കഴിയും. ആ ഒരു കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് സർക്കാർ ഇവിടെ ഒരു നിയമനം നടത്തുകയും ചാൻസലറെ നിയമിക്കുകയും ചെയ്തത്. 2022 ഡിസംബറിലായിരുന്നു അത്. തുടർന്ന് ഇതിൽ അവർ സൗജന്യമായി എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇതിൽ സാമ്പത്തികമായ ഒരു ബാധ്യതയും ഉണ്ടാകില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവർ ഓണററിയും സംബന്ധിച്ച് തനിക്ക് അതിൽ പ്രതിഫലമായിട്ട് നൽകേണ്ടതാണ് എന്ന് സംബന്ധിച്ച് മല്ലിക സാരാഭായി തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു കത്ത് നൽകിയെന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും
സർക്കാരിൻ്റെ ഈ ഇപ്പോൾ ഉള്ള ഒരു തീരുമാനമടക്കം ഒരു വിവാദത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് കാണുന്നത്. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ സിനിമാ ഷൂട്ടിംഗിൽ കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ. അനുമതി നൽകിയവർ 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ, അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കാണ് കമ്മീഷൻ ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയത്. നവമി ദിനേശുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നവമി, ഫഹദ് ഫാസിലിന്റെ പൈങ്കിളി എന്ന സിനിമയാണല്ലോ അവിടെ ഷൂട്ട് ചെയ്തത്. എന്താണ് ഇക്കാര്യത്തിൽ ഈ മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നത്? ഈ സിനിമ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലായിരുന്നു ഈ ഷൂട്ടിംഗ് നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സിനിമ ഷൂട്ടിംഗ് നടന്നത്. അത് അത്യാഹിത വിഭാഗത്തിലാണ് ഇങ്ങനെ ഷൂട്ടിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ഇതിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. നവമി, എന്താണ് വിവരങ്ങൾ? പറയൂ. മഞ്ജുഷ, ഇന്നലെ രാത്രി 9 മണിക്ക് ആരംഭിച്ച ഷൂട്ടിംഗ് പുലർച്ചെയോളം നീണ്ടു നിന്നിരുന്നു. ഇതിനെ തുടർന്ന് ഈ രോഗികളടക്കം, അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തിയ രോഗികൾക്കടക്കം കൃത്യമായി ചികിത്സ നൽകുവാനോ അല്ലെങ്കിൽ അവരെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാനോ ഒന്നും സമ്മതിച്ചിരുന്നില്ല. ഇത് വലിയ രീതിയിൽ രോഗികളുടെ ഭാഗത്തു നിന്നും കൂട്ടിരിപ്പുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. കയറ് കെട്ടി തിരിച്ച നിലയിലായിരുന്നു ഈ അത്യാഹിത വിഭാഗം ഉണ്ടായിരുന്നത്. അതോടൊപ്പം റിസപ്ഷനിലേക്ക് വന്നവരെ പോലും ഈ റിസപ്ഷനിലേക്ക് കടത്തിവിടാതെ ബാക്കിലാണ്, അതായത് ഈ ആശുപത്രിയുടെ ബാക്ക് സൈഡിലേക്ക് മാത്രമാണ് രജിസ്ട്രേഷൻ കൌണ്ടർ ഉള്ളതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ഏകദേശം 50ഓളം അണിയറ പ്രവർത്തകരായിരുന്നു അവിടെ ഷൂട്ടിങ്ങിനായി എത്തിയത്. ഇത് വലിയ രീതിയിൽ രോഗികൾക്കും ഒപ്പം ഉണ്ടായിരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇതിനെ തുടർന്നാണ് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത്. ആരാണ് ഇത്തരത്തിൽ ഒരു സർക്കാർ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ഷൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതെന്നുള്ളൊരു വിഷയമാണ് മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസായി അയച്ചിരിക്കുന്നത്. ഇത് ആശുപത്രി സൂപ്രണ്ട് അടക്കം ഇതിൽ വിശദീകരണം 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇന്ന് രാത്രി കൂടി 2 ദിവസത്തേക്കാണ് ഈ ആശുപത്രിയിൽ ഷൂട്ടിങ്ങിനായി അനുവദിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രിയും അതുപോലെ ഇന്ന് രാത്രിയും. ഇനിയിപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെട്ട സാഹചര്യത്തിൽ ഇന്ന് രാത്രിയും ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മിക്കവാറും ഈ കമ്മീഷനൊക്കെ ഇടപെട്ട സാഹചര്യത്തിൽ ഷൂട്ടിംഗ് നിർത്തിവെക്കാനായിരിക്കും സാഹചര്യം. എന്തായാലും അത്യാഹിത വിഭാഗത്തിൽ രോഗികളെ പോലും വലച്ചുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ശരിയാണ് നവമി. എന്തായാലും ഇക്കാര്യത്തിൽ അനുമതി കൊടുത്തവർ കൂടി വിശദീകരണം നൽകേണ്ടി വരും. നേരത്തെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എറണാകുളം എടവനക്കാട് സമരം നടക്കുകയാണല്ലോ. ഈ കടൽക്ഷോഭം രൂക്ഷമായതിനാൽ അവിടെ കടൽ ഭിത്തി വേണമെന്നുള്ള ആവശ്യം, ഹർത്താൽ ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ ചർച്ച പരാജയപ്പെട്ടു എന്നാണല്ലോ. എന്താണ് ഒരു തീരുമാനമുണ്ടാകാതെ പോയത്? മഞ്ജുഷ, നമ്മൾ കണ്ടതാണ് എടവനക്കാട്ടുകാരുടെ പ്രതിഷേധം. ഇന്നും ഇന്നലെയുമായി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പോരാട്ടത്തിൽ കളക്ടർക്ക് മുന്നിലേക്ക് അവർ അപേക്ഷയുമായി എത്തിയപ്പോൾ ഇന്നും അവർക്ക് നിരാശയായിരുന്നു ഫലം. ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. കളക്ടർ നൽകുന്ന വിശദീകരണം ക്യാബിനറ്റ് കൂടി ചേർത്തതിനു ശേഷം മാത്രമേ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ. അതിന്റെ ഭാഗമായി 1-ാം തീയതി കളക്ടർ ഉൾപ്പെടുന്ന സംഘം ഈ ജനകീയ സമിതിയിലെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോയി മന്ത്രിയെ കണ്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഇവരുടെ ആവശ്യങ്ങളെ അംഗീകരിക്കുകയുള്ളൂ എന്നുള്ളൊരു വിശദീകരണമാണ് കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ എന്നോടൊപ്പം ഇടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. പ്രസിഡന്റ്, ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. വലിയ നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് കളക്ടറുടെ ഭാഗത്ത് നിന്ന്? അദ്ദേഹം പറഞ്ഞ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും എടുക്കേണ്ട തീരുമാനങ്ങൾ അതായത് ഞങ്ങൾ അതിനു മുമ്പ് ഈ ഇന്നലെ നടന്ന പ്രക്ഷോഭണത്തിന്റെ തലേ ദിവസം ഇനിയാണ് ഞങ്ങൾക്ക് ഇവിടെ മീറ്റിംഗ് ഉണ്ടായി 2:30 മണിക്ക്. ആ 2:30 മണിക്ക് കൂടിയ മീറ്റിംഗിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചത്. കാരണം ഞങ്ങൾ സമരം ഇന്നലെ നിർത്തുന്നത് 5:30 മണിക്കാണ്. രാവിലെ 8 മണിക്ക് തുടങ്ങിയ സമരം 5:30 മണിക്ക് ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം വകുപ്പ് മന്ത്രിയുമായി കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി നൽകാമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകുന്നേരം നമ്മൾ സമരം അവസാനിപ്പിച്ചത്. പക്ഷെ ഇന്ന് കൂടിയ മീറ്റിംഗിൽ, അത് ജനകീയ സമിതിയുടെ സമരത്തിന്റെ
മുൻനിരയിൽ നിൽക്കുന്ന ആളുകളും പഞ്ചായത്തിന്റെ പ്രതിനിധികളായി ഞങ്ങൾ 6 പേരും ഉണ്ടായിരുന്നു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും തീരദേശ മെമ്പർമാരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നേരത്തെ ആവർത്തിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചു. ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള, അതായത് ഫണ്ട് വന്നിട്ടില്ല, പക്ഷെ അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തു പോയിട്ടുള്ള 55 കോടിയുടെ ടെട്രോ പാഡിന്റെ നിർമ്മാണം, അത് ഇതിനുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിയമസഭാ തലത്തിൽ നിന്ന് ക്യാബിനറ്റ് മന്ത്രിമാർ കൂടി അതിൽ നിന്നും നടപടികൾ സ്വീകരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അദ്ദേഹം 1-ാം തീയതി പങ്കെടുക്കുന്ന മീറ്റിംഗിൽ എടനക്കാട് പഞ്ചായത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന മറുപടി നമ്മളെ 4-ാം തീയതി അറിയിക്കുമെന്നാണ് പറഞ്ഞത്. പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ഇപ്പോൾ സമര നേതാക്കൾ അവരുമായി സംസാരിച്ച് അതിന്റെ കൺവീനർ വരുന്നുണ്ട്, അദ്ദേഹവുമായി സംസാരിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. അവർ തുടർ സമരങ്ങളുമായിട്ട് പോകാൻ സാധ്യതയാണ്. അതിനോടൊപ്പം തന്നെ പഞ്ചായത്തിനും കൂടെ നിൽക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ, അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കേരളത്തിൽ ഉള്ള 14 ജില്ലകളിൽ 10 തീരദേശ പഞ്ചായത്തുകളുണ്ട്. അതിൽ പ്രയോറിറ്റി തീരുമാനിക്കേണ്ടത് നിയമസഭാ തലത്തിൽ നിന്നാണ്. ആ പ്രയോറിറ്റി ലഭിക്കേണ്ടത് എടവനക്കാട് പഞ്ചായത്തിനാണ്. കാരണം 20 വർഷമായിട്ടും സുനാമി സംഭവിച്ച 5 മരണം, ഒരു കുഞ്ഞുൾപ്പെടെ 5 മരണം നടന്ന പഞ്ചായത്തിനാണ് പ്രയോറിറ്റി ലഭിക്കുന്നത്. ആ പ്രയോറിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ആ തീരുമാനത്തോടൊപ്പം തന്നെ എടനക്കാട് പഞ്ചായത്ത് മനുഷ്യ ഇതാണ് ഇന്നത്തെ ചർച്ചയിൽ നടന്ന സംഭവം. ക്യാബിനറ്റ് മന്ത്രിമാർ കൂടി തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് കളക്ടർ അറിയിച്ചത്. അത് 1-ാം തീയതി കളക്ടർ ഈ മന്ത്രിമാരെ, വകുപ്പ് മന്ത്രിയെ കണ്ടതിന് ശേഷമായിരിക്കും തുടർ നടപടികളും ഉണ്ടാകുക. ഇനിയും കാത്തിരിക്കണം. ക്യാബിനറ്റിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം വരുമെന്ന പ്രതീക്ഷയിലാണ് അവർ. പ്രയോറിറ്റി അനുസരിച്ച് അവർക്ക് അനുകൂലമായ തീരുമാനം കിട്ടുമെന്നാണ് എടവനക്കാട് സ്വദേശികൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ വള്ളത്തോൾ നഗറിൽ എക്സ്പ്രസ് തീവണ്ടിയുടെ ബോഗി വേർപെട്ടു. എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസിന്റെ എഞ്ചിനാണ് ബോഗിയിൽ നിന്ന് വേർപെട്ടത്. രാവിലെ 10 മണിക്ക് ശേഷമായിരുന്നു ഈ സംഭവം. ട്രെയിനിന് വേഗത കുറവായതിനാൽ വലിയ അപകടം ഒഴിവായി. സംഭവത്തിൽ റെയിൽവേ അന്വേഷണം നടത്തുന്നുണ്ട്. കർണാടകത്തിലെ ഗുണ്ടനഹള്ളിയിൽ വാഹനാപകടത്തിൽ 15 പേർ മരിച്ചു. ടെമ്പോ ട്രാവലറും ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു ഈ അപകടം. ബെൽഗാവിയിലെ സവദത്തി അല്ലമ്മ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മടങ്ങുകയായിരുന്ന സംഘം സഞ്ചരിച്ച ടെമ്പോ ട്രാവലറിലേക്ക് ലോറി ഇടിച്ചു കയറുകയായിരുന്നു. മരിച്ചവർ എല്ലാം ശിവമോഗയിലെ ഭദ്രാവതി സ്വദേശികളാണ്. ഇടുക്കി ഏലപ്പാറയിൽ സ്കൂൾ ബസും KSRTC ബസും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇവരെ പീരുമേട്ടിലെയും ഏലപ്പാറയിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പനയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTC ബസും കുട്ടിക്കാനത്തെ സ്വകാര്യ സ്കൂളിന്റെ ബസുമാണ് കൂട്ടിയിടിച്ചത്. കാസർഗോഡ് പട്ടാപ്പകൽ ബസ്സിൽ നിന്ന് യാത്രക്കാരുടെ 6.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. പയ്യന്നൂർ സ്വദേശി MK ഉദയമ്മയുടെ ബാഗിൽ നിന്നാണ് ആഭരണം കവർന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പയ്യന്നൂരിൽ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് കാഞ്ഞങ്ങാട്ടെത്തിയ സ്വകാര്യ ബസ്സിലാണ് ഈ കവർച്ച നടന്നത്. ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന 3.5 ലക്ഷം രൂപ വില വരുന്ന 2 മാലകളാണ് മോഷണം പോയത്. മോഷ്ടാവിന്റെ ദൃശ്യം ബസ്സിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. CCTV പരിശോധിച്ചപ്പോൾ യുവതിയുടെ ബാഗിൽ നിന്ന് മാലകൾ കൈക്കലാക്കുന്ന ഈ ദൃശ്യവും കണ്ടെത്തി. മോഷണം നടത്തിയ സ്ത്രീയുടെ ദൃശ്യം പക്ഷേ വ്യക്തമല്ല, മുഖം വ്യക്തമല്ല. ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് നീലേശ്വരത്ത് പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് മോഷണം. 20 പവൻ സ്വർണവും പണവും കവർച്ച ചെയ്ത കൊട്ടാരക്കര എഴുകോൺ സ്വദേശി അഭിരാജിനെ പിടികൂടി. ആലിൻകീഴിലെ മിനി സ്റ്റേഡിയത്തിന് സമീപത്തെ വീട് കുത്തി തുറന്നാണ് സ്വർണവും 10,000 രൂപയും കവർന്നത്. മോഷ്ടിച്ച സ്വർണവും പണവും ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. കൊച്ചിയിൽ വ്യാജ വാച്ചുകൾ പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വാച്ചുകൾ വിറ്റിരുന്നത് 4 ഇരട്ടി വിലയ്ക്കാണ്. 2 കോടി രൂപയിലധികം വരുന്ന വാച്ചുകളാണ് പിടിച്ചെടുത്തത്. 9,100 വാച്ചുകളാണ് കസ്റ്റംസും പോലീസും കൊച്ചി, മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തത്. വാച്ചുകൾ എത്തിച്ചത് ചൈനയിൽ നിന്നാണ്. വലിയ വിലയ്ക്ക് വിൽക്കുകയായിരുന്നു.
കൊച്ചിയിൽ വീണ്ടും ലഹരി മരുന്ന് പിടികൂടി. പറവൂർ മാഞ്ഞാലിയിൽ കാറിൽ കടത്തിയ 37 ഗ്രാമിലധികം MDMAയും 21 ഗ്രാം കഞ്ചാവുമാണ് പിടിച്ചെടുത്തത്. പറവൂർ സ്വദേശികളായ ശ്രാവൺ, മുബാറക്, സുഹൈൽ, സുലൈമാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന ലഹരി മരുന്ന് കോളേജ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമിടയിൽ വിൽക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. എറണാകുളം മരടിൽ ബൈക്കിൽ സഞ്ചരിച്ച് MDMA കച്ചവടം നടത്തിയ 2 പേർ പിടിയിലായിട്ടുണ്ട്. ഈരാറ്റുപേട്ട സ്വദേശികളായ ഷാഹിദ്, ഷാരൂഖ് ഖാൻ എന്നിവരാണ് പിടിയിലായത്. 1 ഗ്രാമിലധികം MDMAയും ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും കസ്റ്റഡിയിലെടുത്തു. കാക്കനാട്, വൈറ്റില, മരട് ഭാഗങ്ങളിൽ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ ലഹരി മരുന്ന് കച്ചവടം. എറണാകുളം ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് പ്ലാന്റിന് സമീപം താമസിക്കുന്നവർക്ക് ശാരീരിക അസ്വസ്ഥതയെന്ന് പരാതി. തലകറക്കവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടു. പ്ലാന്റിൽ നിന്ന് പുക ഉയർന്നതിന് ശേഷമാണ് അസ്വസ്ഥത ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കമ്പനിയുടെ പ്ലാന്റിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയും ചെയ്തു. 2020 ലോകകപ്പിൽ ഉജ്ജ്വല വിജയത്തോടെ ഇന്ത്യ ഫൈനലിൽ. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 68 റൺസിനാണ് ആധികാരികമായി ഇന്ത്യ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 71 റൺസാണ് എടുത്തത്. പക്ഷേ ഇംഗ്ലണ്ട് 16.4 ഓവറിൽ 103 റൺസിന് ഓൾ ഔട്ടായി. 3 വിക്കറ്റ് വീതം വീഴ്ത്തിയ അക്സർ പട്ടേലും കുൽദീപ് യാദവുമാണ് ഇംഗ്ലണ്ടിനെ തകർത്തത്. അക്സർ പട്ടേലാണ് മാൻ ഓഫ് ദ മാച്ച്. സൂര്യകുമാർ യാദവ് 47 റൺസ് എടുത്തു. 25 റൺസുമായി ഹാരി ബ്രൂക്കാണ് ഇംഗ്ലീഷ് ബാറ്റർമാരിലെ ടോപ്പ് സ്കോറർ. ഇംഗ്ലണ്ടിന്റെ 7 ബാറ്റർമാർ 2 അക്കത്തിൽ എത്തിയില്ല. നാളെ രാത്രി 8 മണിക്കാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ. 3-ാം തവണയാണ് ഇന്ത്യ ഫൈനലിൽ എത്തുന്നത്. 2007 പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ ചാമ്പ്യന്മാരായിരുന്നു. എന്നാൽ 2014 ശ്രീലങ്കയോട് ഫൈനലിൽ തോറ്റു. തിരക്കഥാകൃത്തും സംവിധായകനുമായ ലോഹിതദാസ് ഓർമ്മയായിട്ട് ഇന്ന് 15 വർഷം പൂർത്തിയാവുകയാണ്. ലോഹിയുടെ ഓർമ്മകൾ ഇപ്പോഴും തളം കെട്ടി കിടക്കുന്നുണ്ട്. പ്രിയതമന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട്ടിൽ സിന്ധു ഇപ്പോൾ നടത്തിയ സിന്ധുവിനിപ്പോൾ കൂട്ട് അമരാവതിയിലെ നിശബ്ദതയാണ്. വള്ളുവനാടിന്റെ മുഴുവൻ സൗന്ദര്യവും ആവാഹിച്ച ലക്കിടിയിലെ അമരാവതി വീട്ടിലിപ്പോൾ കഴിഞ്ഞ 15 വർഷമായി കഥകൾ ഉറക്കമാണ്. ലോഹിയുടെ സർഗാത്മകമായ ജീവിത പരിസരത്തിന് ചന്തം ചാർത്തിയ എത്രയോ കഥകൾ അഭ്രപാളിയെ അനശ്വരമാക്കിയതിന്റെ കാലത്തിലേക്ക് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ട് സിന്ധു. കൈവിട്ടുപോകുന്ന മനസ്സിന്റെ കടിഞ്ഞാണഴിഞ്ഞ് പലപ്പോഴും കാതങ്ങൾ താണ്ടും. തനിയാവർത്തനത്തിലെ ബാലൻ മാഷെ പോലെ. ആദ്യ സമാഗമം തൊട്ടുള്ള പ്രണയസുരഭിലമായ ഭൂതകാലമാണ് സിന്ധുവിന്റെ മനസ്സിന്റെ വിഹ്വലതകൾ. പറമ്പിന്റെ തെക്കേ മൂലയിൽ ലോഹി നിശബ്ദമായി ഉറങ്ങുന്നുണ്ട്. പ്രിയതമന്റെ ഓർമ്മകളെ നിദ്ര കവരാതെ ചേർത്തുപിടിച്ച് സിന്ധു അമരാവതിയുടെ ഭൂമുഖത്തിരിക്കുന്നു. നമ്മൾക്ക് മോശമെന്ന് തോന്നുന്ന, വേണ്ട എന്ന് തോന്നുന്ന ഒരു 19 വയസ്സുകാരിയോടുള്ള സമീപനം, അത് വളരെ എന്താ പറയുക, വൃത്തിയും മഹത്വവും ഉള്ളതായിരുന്നു. അതുകൊണ്ടാണ് എന്നാ പിന്നെ അല്ല പോകലൊന്നുമല്ല, കല്യാണമൊക്കെ നടന്നു, കല്യാണ ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ. അല്ല അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വാശിയുള്ള ആളല്ല, ഒന്നിനും വാശി പിടിക്കില്ല, വീട്ടിലാരോടും വഴക്കടിക്കില്ല. പക്ഷെ ഒന്ന് മാത്രം എന്താ പറയുക, വിവാഹം ഉണ്ടെങ്കിൽ ഇയാൾ മാത്രമേ കിട്ടൂ. അതെന്താ, കുട്ടിക്കാലത്ത് എനിക്കൊരു കലാകാരന്മാരോട് ഒരു ഇഷ്ടമായിരുന്നു. സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്ന ആദ്യ നാടകം മുതൽ തീക്ഷ്ണമായ ജീവിതാവസ്ഥകളായിരുന്നു ലോഹിയുടെ കഥക്കൂട്ടുകൾ. വികാര തീവ്രമായ ജീവിത യാഥാർത്ഥ്യങ്ങളോട് സമരസപ്പെടാനാവാത്ത മനുഷ്യരുടെ കനൽ വഴികളിലായിരുന്നു ലോഹി. സിന്ധുവും നിളയും പാടങ്ങളുമെല്ലാം കഥയിലും കഥാപാത്രങ്ങളിലും നിറഞ്ഞു നിന്ന കാലത്തിലേക്കുള്ള കലാകാരന്റെ അബദ്ധസഞ്ചാരം.
15 വർഷങ്ങൾക്ക് മുമ്പ് ആ യാത്ര മുറിഞ്ഞുപോയി. തുന്നിച്ചേർക്കാനാവാത്ത പൂർവ്വജന്മ ബന്ധങ്ങളിൽ സിന്ധുവും നിളയും വള്ളുവനാടൻ പാടങ്ങളും ലോഹിയുടെ ഓർമ്മകൾക്കൊപ്പം ഇപ്പോഴും സഞ്ചരിക്കുന്നു. പറഞ്ഞതിനേക്കാൾ പറയാനേറെ ബാക്കി വച്ചായിരുന്നു ആ അതുല്യ പ്രതിഭയുടെ മടക്കം. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. പരിധിയില്ലാത്ത സേവനങ്ങൾ നൽകുന്ന പുതിയ പ്ലാനുകൾ അവതരിപ്പിച്ച് ജിയോ. പ്രതിദിനം 2 GB അതിന് മുകളിലും ഡാറ്റയുള്ള പ്ലാനുകളാണ് അൺലിമിറ്റഡ് 5G ഡാറ്റ നൽകുക. ജൂലൈ 3 മുതൽ പുതിയ പ്ലാനുകൾ കിട്ടും. 5G, AI സാങ്കേതികവിദ്യ എന്നിവയിലെ നിക്ഷേപത്തിലൂടെ രാജ്യത്ത് സുസ്ഥിരമായ ടെലികോം വ്യവസായം കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യമെന്ന് റിലയൻസ് ജിയോ ഇൻഫോകോം ലിമിറ്റഡ് ചെയർമാൻ ആകാശ് അംബാനി പറഞ്ഞു. ജിയോ സേഫ്, ജിയോ ട്രാൻസ്ലേറ്റ് എന്നിങ്ങനെ 2 പുതിയ സേവനങ്ങളും ജിയോ അവതരിപ്പിച്ചു. കോൾ, മെസ്സേജിംഗ്, ഫയൽ ട്രാൻസ്ഫർ തുടങ്ങിയ നിരവധി സേവനങ്ങൾ നൽകുന്ന ക്വാണ്ടം സുരക്ഷിത കമ്മ്യൂണിക്കേഷൻ ആപ്പാണ് ജിയോ സേഫ്. പ്രതിമാസം 199 രൂപയാണ് സേവന നിരക്ക്. AI അധിഷ്ഠിത ബഹുഭാഷ കമ്മ്യൂണിക്കേഷൻ ആപ്പാണ് ജിയോ ട്രാൻസ്ലേറ്റ്. ഇതുപയോഗിച്ച് വോയിസ് കോളുകളും വോയിസ് മെസ്സേജുകളുമെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാം. 99 രൂപ പ്രതിമാസ നിരക്കിലാണ് ഇത് കിട്ടുക. എന്നാൽ 1 വർഷത്തേക്ക് ഈ 2 ആപ്പുകളും ജിയോ ഉപഭോക്താക്കൾക്ക് സൗജന്യമായി കിട്ടും. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6595, പവന് 52,760. 18 ക്യാരറ്റ് ഗ്രാമിന് 5505, പവന് 44,040. വെള്ളി ഗ്രാമിന് 93, കിലോയ്ക്ക് 93,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ്. വെള്ളക്കെട്ട് ഈ കുമരകം, തിരുവാതുക്കൽ പോലുള്ള മേഖലകളിൽ